പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസാധാരണമായ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ഭയങ്കര പ്രതിസന്ധി ആയിരിക്കാം. നിങ്ങൾ പറയും, പാസ്റ്റർ ജെറി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, എൻ്റെ മുമ്പിൽ വൻ മതിലാണ്, എൻ്റെ മുമ്പിൽ കൂടി യോർദാൻ ഒഴുകുകയാണ്. ഞാൻ പറയട്ടെ, അതാണ് പ്രോസസ്സ് കേട്ടോ. അതാണ് നീ വളരാൻ പോവുകയാണെന്നും നീ ഉയരാൻ പോവുകയാണെന്നും നിനക്ക് നന്മ വരാൻ പോവുകയാണെന്നും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചന നിന്റെ മുമ്പിലുള്ള ഈ കഠിനമായ വേദനയാണ്. നിന്റെ വേദന എന്തുമാത്രം വലുപ്പമാണോ, നിന്റെ വേദന എന്തുമാത്രം കാഠിന്യമേറിയതാണോ, നിന്റെ ഭാരം നിനക്ക് സഹിക്കാൻ കഴിയാത്തതാണോ, ഞാനൊരു കാര്യം പറയാം, ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നത് ഈ മതിലിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു പോകാനല്ല, ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് കഴിയത്തില്ല എന്ന് പറയാനല്ല. പറയണം, ഞാൻ ശക്തനാണ്, ഈ മതിലിനെ ഞാൻ ഇടിക്കും, ഈ എൻ്റെ ദൈവത്താൽ എൻ്റെ മുമ്പിലുള്ള ഈ മതിൽ ഞാൻ ചാടിക്കയറും, എൻ്റെ മുമ്പിൽ എനിക്കെതിരായി വരുന്ന സകല സൈന്യത്തെയും, അത് കടഭാരമാകാം, രോഗമാകാം, ഞെരുക്കമാകാം, ഉയർച്ചയില്ലായ്മയായിരിക്കാം, മറ്റുള്ളവരിൽ നിന്നുള്ള നിന്ദയായിരിക്കാം, ഞാൻ ആ പടക്കൂട്ടത്തിന്റെ നേരെ ശക്തനായി പാഞ്ഞ് ചെല്ലും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അത്ഭുതകരമായ വഴി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത് തീർക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളും വീശി പറഞ്ഞാട്ട്, ഞാൻ തളരില്ല, ഞാൻ പതറില്ല, ഞാൻ തീർന്നു പോകത്തില്ല, ഞാൻ ഇവിടം കൊണ്ട് നിർത്തത്തില്ല, ഞാൻ വിജയിച്ചിരിക്കും, ഞാൻ ഈ മതിൽ ചാടി കടക്കും. അതേ സഹോദര, അതേ സഹോദരി, നീ നിന്റെ മതിൽ ചാടി കടന്നിരിക്കും. നിന്റെ മുമ്പിലുള്ള ഈ പർവ്വതം, അത് വലിയ പർവ്വതമായിരിക്കാം, പക്ഷെ ഞാൻ പറയട്ടെ, ഈ പർവ്വതം ഇത് സമഭൂമിയായി മാറും. പക്ഷേ ഈ പർവ്വതം സമഭൂമിയായി മാറുന്നത് വരെ ഇതൊരു വലിയ പ്രോസസ്സാ. എന്തുകൊണ്ടാണ് അങ്ങനൊരു പ്രോസസ്സ് എന്ന് എന്നോട് ചോദിച്ചാ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ഉയർപ്പിന് മുമ്പ് ഒരു ക്രൂശ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ആരെങ്കിലും ക്രൂശിന് സമാനമായ മാനസികമായ ശാരീരികമായ പിരിമുറുക്കത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, എനിക്കൊരു സിഗ്നൽ കിട്ടി. ആ സിഗ്നല് ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഐശ്വര്യവും സമ്പത്തും നിങ്ങൾക്കുണ്ടാകും. നന്മയും കരുണയും നിങ്ങളെ പിന്തുടരും. ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. അകത്ത് കയറുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടി, പേഴ്സിലെ പണം, കലത്തിലെ മാവ് കുറയാതെ വേണം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. So don't worry about the troubles that is going through. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. പറയണം, ഞാൻ ഇത് ചാടി കടന്നിരിക്കും. I will conquer.